ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മൾ ഓൺ ദ വേ ടു ബിഗ് ബുദ്ധയാണ്. ബിഗ് ബുദ്ധയിലോട്ട് പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ബാങ്കോക്ക് എത്തും. അവിടെ നിന്ന് ഡിന്നർ കഴിക്കും. അതാണ് ഇന്നത്തെ പ്ലാൻ. ഓക്കെ, ഇവിടുന്ന് 2 hours ഉണ്ട്. അപ്പം അതാണ് ഇന്നത്തെ പ്ലാൻ. ഗൈസ്, നമ്മൾ ബുദ്ധ ടെമ്പിളിൽ എത്തി. ഇത് കാണുന്നുണ്ടെങ്കിൽ ബുദ്ധ ടെമ്പിൾ ഇവിടെ ഉണ്ട്. എല്ലായിടത്തും ഫോട്ടോ എടുക്കുന്ന സംഭവം. ഇവിടെ മൊത്തമുള്ള സ്കീമാണിത്. നമ്മുടെ നല്ല ഫോട്ടോസ് ഇങ്ങനെ വരും. എല്ലാം ഇങ്ങനത്തെ കടകൾ. നല്ല വെയില്, ഫോട്ടോ എടുക്കാനുണ്ട്. നല്ല കൈ. അതിപ്പോ ടാനടി ശരിയാണ്. ഡ്രസ് അപ്രോപ്രിയേറ്റ് അല്ല എന്ന് പറയുന്നത്. ഇൻഅപ്രോപ്രിയേറ്റ് ഡ്രസ് ഒക്കെ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഡ്രസ് മര്യാദക്ക് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ നടക്കേണ്ടി വരും. അമ്പലത്തിൽ വരുമ്പോ ഇങ്ങനെ എനിക്ക് ഇവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. അല്ല, പക്ഷെ അവർ ഇൻഫോം ചെയ്തായിരുന്നെങ്കിൽ. അപ്പം മെയിനായിട്ട് ഒരു കാര്യം ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധ ടെമ്പിൾ വിസിറ്റ് ചെയ്യുന്നവര് ഷോർട്സും പറ്റത്തില്ല, സ്ലീവ്ലെസ്സും പറ്റത്തില്ല. ഇൻ കേസ് അതുപോലെ ഇട്ടിട്ട് വരാണെങ്കിൽ ഇവിടെ താഴെ തന്നെ സ്കാർഫ് പോലത്തെ സംഭവം ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഇടാം. ഇങ്ങനെ വെച്ചിട്ട് മേടിച്ചിട്ട് വെക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോ ഞങ്ങളുടെ നിന്ന് ചാർജ് ഒന്നും ചെയ്തിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഗ്രൂപ്പിന്റെ കൂടെ വന്നോണ്ടായിരിക്കാം. ഇത് തിരിച്ചെല്ലുമ്പോൾ ഞങ്ങളോട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ടച്ചില്ലെന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ തുടരുന്ന വെണ്ടക്കാശ് എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കാണാതെ ആരെങ്കിലും തൊട്ടാ അവര് വാങ്ങിപ്പിച്ചിട്ടേ അവര് പോകും. ഇതിൻ്റെ അകത്ത് ഇവിടെ കയറുമ്പം ചെരുപ്പ് ഊരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ആൾക്കാർ ഇത് ലൈറ്റ് ചെയ്തിട്ട് അവിടേക്ക് കയറി ഇവിടെ പോയിട്ട് ഇതാക്കുന്നുണ്ട്. അല്ലാണ്ട് ഇവിടെ കുത്തി വെക്കും. നല്ല വെയിലുണ്ട്. ഇവിടെ നമുക്കിത് വാങ്ങാം. ഇതിനെത്ര 20 ബാത്താണ്. ദൈവത്തിനെ നമ്മൾ കണ്ടത് ശരിക്കും ഇത് ബുദ്ധൻ തന്നെ ആയിരുന്നു, നമുക്കറിയില്ലായിരുന്നു. ഭയങ്കര വലിയ ഒരു സ്റ്റാച്ചു. നമ്മള് അന്ന് അവിടെ ബോട്ടിങ്ങിന് പോയില്ലായിരുന്നു. അപ്പൊ നമ്മൾ കാണിച്ച ബുദ്ധ ഇതാണ്. അതെ, നമ്മള് ബോട്ടിങ്ങിന് പോയപ്പോഴത്തേക്ക് കോറൽ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് ഐലൻഡിൽ പോയപ്പോഴത്തേക്കും നമുക്ക് അവിടുന്ന് കണ്ടത്. ഇപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട് ക്ലിയർ സ്കൈ ആണെങ്കിൽ നമുക്ക് അത് കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ബുദ്ധൻ തന്നെയാണെന്നാ പറയുന്നത്. ബുദ്ധന്റെ ഓരോരോ വേർഷൻസ് ആയിരിക്കും. കണ്ടോ, ലാഫിംഗ് ബുദ്ധ. ലാഫിംഗ് ബുദ്ധ ഇതിപ്പോ ലാഫ് ചെയ്യുന്നില്ല, അതുപോലത്തെ താടിയുള്ള ബുദ്ധനെ ഞാൻ ആദ്യമായിട്ട് കാണാം. ഇവിടെ ആൾക്കാർ കോയിൻ ഇങ്ങനെ നിർത്തി വെക്കുന്നുണ്ട്. എന്തിനാണ്, എന്താ ഐതിഹ്യം എന്നറിയത്തില്ല, പക്ഷെ ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളും ചുമ്മാതെ വെച്ച് നോക്കാന്ന് വിചാരിച്ചു. ഞാൻ നോക്കട്ടെ. സാധിച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബീച്ച് വെച്ചിട്ട് ഒരു സ്റ്റാച്ചു കണ്ടില്ലായിരുന്നോ ബുദ്ധന്റെ? അതാ ബീച്ചാണ് ആ സൈഡ് ഏതാണ്ട്. അതാണ് ഈ സ്റ്റാച്ചു നമ്മളവിടെ കണ്ടത്. ബുദ്ധൻ ഇട്ടേക്കുന്നത് പോലെ ഞാനും ഷോളൊക്കെ ധരിച്ച് വളരെ മാന്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ബുദ്ധനെ പോലെ. ബുദ്ധനെ പോലെ പറയട്ടെ, അത് വേണ്ട. ഇവിടെ ഇരിക്കാനും നല്ല സുഖമുണ്ട്. ഇപ്പൊ ഞങ്ങൾ അവിടെ ഇരിക്കുക, നല്ല കാറ്റ്. പിന്നെ ഒന്നാമത്തെ ഇത് ഹൈറ്റിലായോണ്ട് നല്ല കാറ്റും എല്ലായിട്ടൊരു പീസ്ഫുൾ ആയിട്ടൊരു സംഭവം. പക്ഷെ ഭയങ്കര വെയില്, അന്യായ വെയില്. വൈകുന്നേരങ്ങളിലൊക്കെ നല്ല ഒരു ഈവനിങ് ടൈമൊക്കെ ആണെങ്കിൽ നല്ല ഇതായിരിക്കും. ഇവിടുന്ന് അത്യാവശ്യം നല്ല വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെയൊക്കെ മരങ്ങളുണ്ട്. ആ സൈഡിലൊക്കെ നല്ല വ്യൂ ആണ്. ഇവിടുന്ന് നമ്മൾ ഇറങ്ങുക. ഇതൊരു ചെറിയ വിസിറ്റാണ്. നമുക്ക് ജസ്റ്റ് ബുദ്ധ ടെമ്പിൾ വിസിറ്റ് ചെയ്യാം. ആൾക്കാർക്ക് ചന്ദനത്തിരി ലൈറ്റ് ചെയ്യുന്നവർക്ക് ചന്ദനത്തിരി ലൈറ്റ് ചെയ്യാം. പിന്നെ ആ കൂടെ ഇങ്ങോട്ട് വരുമ്പം മനസ്സിൽ വെക്കേണ്ടത് ഡ്രസ്സ് സ്ലീവ്ലെസ്സും ഷോർട്ട്സും പാടില്ല എന്നേ ഉള്ളൂ.
പിന്നെ അത് ഇട്ടിട്ട് അറിയാതെ വരുന്നവരാണെങ്കിൽ താഴെ നിന്ന് തന്നെ ഇത് കാണാൻ ഇതൊരു സ്കാർഫ് പോലത്തെ സാധനം വാങ്ങാൻ പറ്റും. ഇവിടെ കണ്ടോ വെള്ളം നമ്മളിങ്ങനെ അതിൽ നിന്ന് എടുത്തിട്ട് ഒഴിക്കാം. കൊയിനെല്ലാം വെച്ചിട്ട് വെള്ളം ഒഴിക്കാം. ഇപ്പോൾ ബസ്സിലോട്ട് കയറുകയാണ്. ഇപ്പോൾ ബസ് കിടക്കുന്നു. ഇനി 2.5 hours ഡ്രൈവ്. സുഖമായിട്ട് കിടന്നുറങ്ങാം. അങ്ങനെ ബാങ്കോക്ക് എത്തി. ഇതാണ് ബാങ്കോക്കിലെ ഞങ്ങളുടെ ഹോട്ടൽ. ഒരു 2 മണിക്കൂർ വിശാലമായി കിടന്നുറങ്ങി. 2:30. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് റൂം കീ ഒക്കെ കിട്ടും. റൂം കീ ഒക്കെ കിട്ടിയിട്ട് പോയി ഫ്രഷായി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങും. അതാണ് നമ്മുടെ പരിപാടി. ഇപ്പോൾ അവരിങ്ങനെ ഞങ്ങളോട് പറയുകയാണ് എവിടോട്ടൊക്കെ പോകേണ്ടത്. ഇപ്പോൾ റൂം ഏത് സൈഡിലാണ്. ഇവിടെ മാളിലോട്ടുള്ള എൻട്രൻസ് ഉണ്ട്. ആ മാളിലോട്ടുള്ള എൻട്രൻസ് ഒക്കെ കാണിച്ചു തന്നെ. മസാജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഫുൾ മസാജ് ഇവിടെ ഇല്ല. ഇവിടെ ഫുഡ് മസാജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഫുഡ് മസാജ് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാം ഫുഡ് കഴിച്ചതിന് ശേഷം. അതെ, ഫ്രഷായി ഫുഡ് കഴിച്ചതിന് ശേഷം. ടൂർ മാനേജർ ഓരോരുത്തർക്കായിട്ട് കീ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്നു 91st. ഇത് ബിൽഡിംഗ് നമ്പർ 1, 19th ഫ്ലോർ, റൂം നമ്പർ 10. ഫ്ലോർ 19. ഇതിനകത്ത് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ഈ കീ ടാപ്പ് ചെയ്താലേ നമ്മുടെ ഫ്ലോറിലോട്ടുള്ള ആക്സസ് ഉള്ളൂ. ഈവൻ ലിഫ്റ്റിൽ ആ ഫ്ലോർ പ്രസ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ഈ കീ ടാപ്പ് ചെയ്യണം. ഇതാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് കോഫിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ കബോർഡും അങ്ങനെയുള്ളത്, ലോക്കറും സാധനങ്ങളും. പിന്നെ ഇവിടെ നമ്മുടെ റൂം. പിന്നെ മാത്രമല്ല ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കോമ്പസ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ട്. ഞങ്ങള് ഇവിടുത്തെ വ്യൂ ഇതാണ് ബാങ്കോക്ക് സിറ്റി. പിന്നെ ഇതാണ് വാഷ്റൂം. ഇവിടെ ഒരു ബാട്ടപ്പ്, ബാക്കിയുള്ള കാര്യങ്ങളും, ഷവറ്, വാഷ്റൂം. പിന്നെ ഏറ്റവും അടിപൊളി ഫീച്ചർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഈ ഒരു പാനൽ നമുക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെഡ്റൂമിലേക്കുള്ള ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ബാട്ടപ്പിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് TV കാണാം. നമുക്ക് റൂമിലിരിക്കുന്നവരോട് സംസാരിക്കാം. ചുരുക്കത്തിൽ പറഞ്ഞ നോ പ്രൈവസി. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ കഴിച്ചാലും കുഴപ്പമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഉച്ചയ്ക്ക് കഴിച്ചു. എനിക്ക് അത് കുഴപ്പമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇന്നത്തെ മൽഗുഡി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. ഇതാ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ കഥകളി. ഇത് കഥകളി കഴിച്ചിട്ട് ചോറ് കഴിച്ചാല്, പാനിപ്പൂരി കഴിച്ചിട്ടോ ഫുഡ് കഴിച്ചാല് ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഊണ് കഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. പക്ഷെ എനിക്ക് ഇവള് പറഞ്ഞ പോലെ ഇവള് ഇടയ്ക്ക് വെച്ചിട്ടൊരു സ്വീറ്റ് ടേസ്റ്റ് ഉള്ള ഒരു സാധനം ഒരു ഇത് ഒഴിക്കാനുണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അത് ഒഴിക്കാതെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് മറ്റേ തന്നെ ഇഷ്ടപ്പെട്ട. അപ്പൊ ഇപ്പൊ സോപ്പ് കുടിക്കാം. ഞാൻ സൂപ്പിന് വരെ രസത്തിന്റെ ആളാണ്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു റൈസ്. കഴിച്ച് കഴിയുമ്പോൾ പോലും അതിൻ്റെ ഫ്ലേവർ അറിയുന്നു. ഒരു മുളക് പൊടിയുടെ ഒരു കുത്തൽ. രസമൊന്നും അത്ര ഒരു രസമില്ലാന്ന് നമുക്ക് രസത്തിന് അത്ര രസമില്ലാന്ന്. ഇതുവരെ കഴിച്ച ഹോട്ടലിലെല്ലാം ഇതാണ് ആവറേജ് ഫുഡ് ടേസ്റ്റ്. എന്നുവെച്ചാൽ എല്ലാം കൂടെ വെക്കുമ്പോൾ നാളെ നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ഗൈഡ് പോകും. അപ്പം നാളത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മറ്റന്നാളാണ് ഞങ്ങൾ ഈവനിങ് ഫ്ലൈ ചെയ്യുന്നത്. മറ്റന്നാൾ നമുക്കുണ്ട്. മറ്റന്നാളില് ഷോപ്പിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗോൾഡൻ ടെമ്പിളും ഒക്കെ കൂടെ കാണാനൊക്കെ ഉണ്ട്. അപ്പം
ഇപ്പൊ ഇന്ന് ഞങ്ങളിപ്പോ ഷോപ്പിങ്ങിന് വേണ്ടി മാർക്കറ്റിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിരുന്ന ബസ്സിൽ നിന്ന് ഓൾറെഡി 2 മണിക്കൂർ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി ഓൾമോസ്റ്റ്. അപ്പം അത് അറിഞ്ഞുകൊണ്ട് ഉറങ്ങിയതാ. ഈ ഒരു സമയം നമുക്ക് ലാഭമാക്കാലോ. കുറെ നേരം സ്പെൻഡ് ചെയ്യുന്നില്ല, ഫുഡ് മസാജ് ഒക്കെ ചെയ്യണം എന്നുണ്ട്. ഞങ്ങൾ മാർക്കറ്റിലോട്ട് പോവാം. മോളെല്ലാം 9 മണിക്ക് ക്ലോസ് ആവുമെന്ന് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളത് വെച്ചിട്ട് പോവാണ്. ബാങ്കോക്ക് നൈറ്റ്. മഴ പെയ്യുന്നു. എവിടെ മഴ പെയ്യുന്നു? വെള്ളം വീണതോ? അതാരോ തുപ്പിയതായിരിക്കും. ഇത് നോക്ക് വെള്ളം. അയ്യേ, ആരോ തുപ്പി. ഇല്ല, അവിടെ വെള്ളം കിടക്കുന്നു. ഇല്ലപ്പോ. പക്ഷെ എനിക്ക് കണ്ടിട്ട് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയൂ. അല്ല, അങ്ങനെ മനസ്സ് തുറന്നു. നമ്മള് വാങ്ങിക്കുന്ന ഡ്രസ്സുകൾ പോലെ തോന്നുന്നില്ല അല്ലേ? എനിക്കിവിടെ അവിടൊക്കെ കൊള്ളാം. ചിലപ്പോ ചില കടയുടെ ആയിരിക്കും. അതൊക്കെ കൊള്ളാം. അവിടത്തെ ഐ ലവ് ബാങ്കോക്ക് അതല്ല, അല്ല, അപ്പുറത്തൊരു കുർത്ത പോലെ കിടക്കുന്ന ബാങ്കോക്ക് സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ കുറച്ചും കൂടെ ഇവിടെ ഉള്ള ആൾക്കാർ ഇടുന്ന അവിടെ കണ്ടതൊക്കെ അങ്ങനത്തെ ഡ്രസ്സുകളായിരുന്നു. കണ്ടോ, എല്ലായിടത്തും ജ്യൂസസ്. മാംഗോ, കോക്കനട്ട്. മാംഗോ ഏകദേശം ഇവരുടെ ദേശീയ ഭക്ഷണമാണ്. യൂസ് ചെയ്തായിരുന്നു. ഇവിടെ മറന്നു വെച്ചിട്ട് പോകുന്നു. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടൊന്നും വാങ്ങിക്കാൻ നോക്കിട്ട് ഇവിടെ എങ്ങനെ കാണുന്നില്ല. ഇതൊക്കെ കൊള്ളാം. അടിപൊളി. എന്തത്? അവിടെ എന്താ വെച്ചേക്കുന്നേ? വെള്ളോ ഓയിലോ? ഇത് ബുദ്ധൻ തന്നെയാണെന്ന് തോന്നുന്നു. ആ ബിൽഡിംഗ് കണ്ടോ, നല്ല രസമുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ മേളിൽ ഇങ്ങനെ ഒരു വേവ് പോലെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കാം. അപ്പൊ അത് നോക്ക്. മൊത്തത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കോക്ക് സിറ്റി ഒരു ലൈക്ക് വൈബുണ്ട്. നല്ല രസമുണ്ട് കാണാനല്ലേ? അറിയോ പാടൊക്കെ ഉണ്ട്. അത് നല്ല ബാഗുകൾ. താഴെ രണ്ടാമത് ഇത് കൊള്ളാല്ലേ മാഗ്നറ്റ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അപ്പൊ നമുക്ക് കറങ്ങിയിട്ട് വരാം. എന്തായാലും ഇതെല്ലാം രാത്രി 2 മണി വരെ ഓപ്പൺ ആണെന്നാണ് അവർ പറഞ്ഞത്. സോ അതൊരു പ്രശ്നമല്ല, നമ്മൾ ഉറങ്ങുന്നത് മാത്രമാണ് ഒരു പ്രശ്നം. കോണ്ടാക്ട് ലെൻസ് ആണ് ഇതെല്ലാം. ഏത് കളർ വേണമെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കലായിട്ട് അവർ ആക്കിത്തരും. പക്ഷെ ഇതൊന്നും വാങ്ങിച്ച് വെക്കാൻ പാടില്ല. അയ്യൂടാ. പക്ഷെ ബാഗൊക്കെ കൊള്ളാം അല്ലേ? ലൈക്ക് കാണാൻ നല്ല ബാഗ്, നല്ല ബാഗുകൾ. ഞങ്ങൾ ഓഫീസിൽ തൂക്കിയിട്ടുണ്ടായിരുന്നു സെയിം ഈ കോഴി. നിന്റെ ആൻഡ്രോയിഡ്? ഞങ്ങളുടെ ആൻഡ്രോയിഡ് കോഴിയായിരുന്നു. ആൻഡ്രോയിഡ് പോയപ്പോ അതിനെ എടുത്തോണ്ട് പോയി. കിട്ടി കിട്ടി കിട്ടി. എവിടൊക്കെ തേടി നടന്നു, എന്നിട്ട് ഇപ്പൊ ഒന്ന് കാണാനെങ്കിലും തേടി നടന്നത്. ഇതെല്ലാം 20ആണോ? എല്ലാം 20. 90s ഫാഷൻ. നമ്മളൊക്കെ കുഞ്ഞായിരുന്നപ്പോ ഇങ്ങനെ കുത്തിത്തരുന്നു. ഇതൊക്കെ ഒറിജിനൽ ആണ്. ഇതൊക്കെ അല്ല, ഒറിജിനൽ ആണോ അതൊക്കെ? എങ്ങനെയാണ് എയർപോർട്ട് മാക്സ് ഒറിജിനൽ വരുന്നത്? പിന്നെ എങ്ങനെ ഇങ്ങനത്തെ അതിന്റെ എല്ലാ സാധനങ്ങളും ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മാർഷലിന്റെ ബോക്സ് മാത്രമേ ഉള്ളൂ ഒറിജിനൽ. അല്ല, അതിനകത്ത് അകത്തുണ്ട്. പക്ഷേ ഞാനുണ്ടോ ഇവിടെ കുറെ പേര് ഫാനൊക്കെ യൂസ് ചെയ്യും. കണ്ടോ, ഇയർപോഡ്സ്, എയർപോഡ്സ് എല്ലാം ഉണ്ട്. ഈ പെർഫ്യൂം കണ്ടോ, ഞാൻ ഇനി റൂമിൽ പോയിട്ട് ഒരു പെർഫ്യൂം കാണിക്കാം. അതാ കൃഷ്ണയുടെ പെർഫ്യൂം. ഞാൻ യൂസ് ചെയ്യുന്ന പെർഫ്യൂമിന്റെ സെയിം സാധനം. അപ്പൊ ബോട്ടിൽ വേറെ ഫിൽ ചെയ്യോ? ഇതെങ്ങനെ ചെയ്യുന്നത്? അന്യായ ഫസ്റ്റ് കോപ്പീസ്. ലൈക്ക് അറിയ പോലും ഇല്ല ഏതാ ഫേക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് സത്യം. നോക്ക്, ഇവിടെ ഒരു കാര്യം കാണിച്ചു തരാം. നോക്ക്,
MKയുടെ ഒക്കെ ബാഗ്. അയ്യോ കണ്ടില്ല. ഫോണാണോ? അത് ഫോണാണോ? ശരി. അപ്പൊ ഇതെങ്ങനെ ആക്കുന്നേ? ഈ ഫോൺ എങ്ങനെ അവർ ചെയ്യുന്നത്? അത് സെക്കൻഡ്സിൽ വെക്കുന്നതാണോ? അല്ല, അത് ഫേക്കാ. ഓപ്പൺ ആക്കിയ ഐഫോണിന്റെ പോലെ തന്നെ യൂസർ ഐ ഡി, പക്ഷെ ഓൺ ആക്കുമ്പോൾ ഗൂഗിളിലായിരിക്കും ഓൺ ആവുന്നത്, ആൻഡ്രോയിഡിലായിരിക്കും സ്റ്റാർട്ട് ആവുന്നത്. ഓ, ഇതാ മസാജിൻ്റെത് അവർ പറഞ്ഞേക്കുന്നത്. ബോഡി മസാജ് ഉണ്ട്. എല്ലായിടത്തും ചെന്നിട്ടൊക്കെ നിൽക്കും. നമ്മളൊന്ന് ചെറുതായിട്ട് നിന്ന് കഴിഞ്ഞാല് പിന്നെ അങ്ങനെ പറയാൻ തോന്നുന്നില്ലല്ലോ. മസാജ് ചെയ്ത് ഇറങ്ങി. എങ്ങനെയുണ്ട്? പക്ഷെ മസാജ് പിന്നെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല, അവരെ എടുക്കരുതെന്ന് പറഞ്ഞു. നമ്മളോടകത്ത് വേറെ ആൾക്കാർ ക്ലൈൻസ് ഒക്കെ കിടക്കുന്നുണ്ട്. നാട്ടിലെ ആയുർവേദ സൗണ്ട് ഒക്കെ പോയി സത്യം അടുവൊക്കെ പിടിച്ച് അവര് നേരെയാക്കി. എവിടുന്നൊക്കെയോ കേൾക്കാത്തടത്തുനിന്നൊക്കെ ഞൊട്ട കേട്ടു. എനിക്ക് നടന്ന ആ ക്ഷീണമൊക്കെ പോയി എന്റെ പുറത്തുനിന്നൊക്കെ. ഓ, മസാജ് ചെയ്തിറങ്ങി. നല്ല രസമുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അവര് ഭയങ്കര ടൈമിംഗ് ആയിരുന്നു. ഞാൻ്റെ ഇവളുടെയും കൂടെ നടുക്കൊരു കർട്ടൻ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. പക്ഷേ ഇവളുടേത് ചെയ്യുന്നത് എന്ത് സെറ്റപ്പായിട്ട് രണ്ടുപേരുടെ പക്ക ടൈമിംഗ് ആയിരുന്നു. അവർക്ക് അതിനൊരു കൗണ്ട് ഉണ്ടായിരുന്നു. കറക്റ്റ് 1 hour ആയപ്പോഴത്തേക്ക് തീർന്നു. ഞാൻ ക്ലോക്ക് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അടിപൊളി, നല്ല ഫീലായിരുന്നു. എക്സ്പീരിയൻസ് നല്ല സൂപ്പർ ആയിരുന്നു. എന്റെ സൗണ്ട് ഇല്ലേ, സൗണ്ടൊക്കെ പോയി. അതിന്റെ സൗണ്ട് എങ്ങനെയായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് സെറ്റപ്പ് സംഭവമായിരുന്നു. നന്നായിട്ട് ഒരു മസാജ് ചെയ്ത് തന്നു. ഫുൾ ബോഡി ഫുൾ ബോഡി മസാജ് ചെയ്തത് നല്ല. ഇപ്പൊ എനിക്ക് നടുവൊക്കെ പറ്റി അത്രയും നേരം നമ്മൾ ഇരുന്നിട്ടൊക്കെയാ തോന്നുന്നു, എന്തോ പോലെ ഉണ്ടായിരുന്നു. അവര് ചെയ്യുമ്പോ ഒരു സുഖമുള്ള ഒരു വേദന ഉണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പൊ പക്ഷെ അത് കഴിഞ്ഞിട്ട് നടക്കുമ്പോ അതിന് മുന്നേ നടന്നതുമായിട്ടുള്ള വ്യത്യാസം ഫീൽ ചെയ്യും. അവര് സ്ട്രെച്ച് ഒക്കെ ചെയ്ത് നന്നായിട്ടാക്കി. അവര് സ്ട്രെച്ച് ചെയ്ത് എല്ലാം ആക്കിയപ്പോ ഇപ്പൊ നടക്കുമ്പോ നല്ല സുഖം. ഞാനിപ്പോ പറയാൻ വരുന്നത്, കാലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖം. ഞങ്ങൾ രണ്ടുപേരും കൂടെ അടുത്തടുത്ത് കിടന്ന് നടുക്കൊരു കർട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ കർട്ടൻ കുറച്ച് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണത്തില്ല. പക്ഷെ ഒരു 1.5 ടൈമിങ് അവർക്ക്. അതും അവർക്കാണെങ്കിൽ കാണത്തുമില്ല. അവര് കറക്റ്റ് ആ 1 hourനകത്ത് അല്ലേ അവർക്കാണ്. നമുക്ക് തലയുടെ വശം കൊണ്ട് കാണാം. ഞങ്ങൾ ഹോട്ടലിലെത്തി. ഈ അമ്മൂമ്മ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. അവരാരാന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇവര് ക്യൂനായിരുന്നെന്നാ. കണ്ടോ, കിങ് രാമ 5, കിങ് ചോള, ഇത് ചോള ലോങ്റോ കൊറോൺ വായിക്കറിയാമോ എന്തോ ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. 1853 to 1910. കണ്ട, അവർക്ക് ഫുഡ് ഒക്കെ വെച്ചേക്കുന്നേ. ഇവിടെ എന്തോ ഉണ്ടെന്നാ. ഇന്നാണ് ശരിയാ, ഇവർക്ക് ഫുഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ടാപ്പ് ചെയ്യണം. ഇത് കഴിയുമ്പോൾ നമുക്ക് 19th floor ഞെക്കാൻ പറ്റും. നമ്മൾ ടാപ്പ് ചെയ്യാതെ ഞെക്കാനും പറ്റത്തില്ല. ഈവൻ നമ്മുടെ കാർഡ് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് വേറെ ഫ്ലോർ ചെയ്യാൻ പറ്റും. ഈ കടലിൽ ഇറങ്ങാനേ ഉള്ളൂ ഇവക്ക് പേടിയില്ലാതെ, ബാക്കിയൊക്കെ ഇവക്ക് പേടിയാണ്. അത് ഈ സത്യം ഞാൻ ഇന്നാ മനസ്സിലാക്കുന്നത്. കടലിൽ ഇറങ്ങാനും ആകാശത്തു നിന്ന് ചാടാനും ഒക്കെ ഇവക്ക് ഒരു പേടിയില്ല. അങ്ങനെ ഇന്നത്തേത് ഡേ ഞങ്ങൾ തീർക്കുകയാണ്. നല്ലൊരു ദിവസം. ഏറ്റവും ലാസ്റ്റിൽ മസാജ് ആയിരുന്നു ഏറ്റവും ഹൈലൈറ്റ്. ആദ്യം ചെന്ന് കയറിയപ്പോൾ തുടങ്ങിയപ്പോൾ എനിക്ക് വലിയ ഒരു ഇത് തോന്നിയില്ല. ഞാൻ വിചാരിച്ചു ഓക്കെ ആയിരിക്കും. പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നന്നായിട്ട് സെറ്റാക്കി ചെയ്ത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇന്ന് ഇത്രയും ഡേ ചെയ്തതിൻ്റെയൊക്കെ ടയർഡ്നെസ് ഒക്കെ ഇപ്പോൾ മാറി. അപ്പോൾ നാളെ കാണാം.